സ്നേഹിതരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ ഉറക്കമൊക്കെ കുറച്ചാണ് കിട്ടിയത്. നമുക്ക് ഇന്നലെ നമ്മുടെ ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള കളിയൊക്കെ കണ്ടുകൊണ്ട് ഉറങ്ങി എന്ന് കണ്ടുകൊണ്ടുണ്ട്. അതങ്ങ് വ്യാപിച്ച് പോയി 5 മണി വരെ അങ്ങ് പോയി. 5 മണി വരെ കളി കണ്ടിട്ട് പിന്നെ നമ്മുടെ അർജൻറ്റീനയുടെ കളി കാണാൻ, സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള കളി എണീക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിപ്പോഴാണ് കണ്ടു തീർത്തത്. അപ്പോൾ ഈ 2 കളി കണ്ടു തീർത്തപ്പോഴും ഇന്നലെ ഉറക്കമില്ലാത്തതിൻ്റെയൊക്കെ കുറച്ചൊരു ക്ഷീണമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോപ്പ് എന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ട് വലിയ ആളൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഷോപ്പ് അടയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് വരണമെന്ന് വിചാരിച്ചു. ഇന്നലെ ലൂലുവിൽ വന്നിട്ട് ലൈവ് വരാമെന്നൊക്കെ വിചാരിച്ചതിന്, പക്ഷെ അതൊന്നും നടന്നില്ല. ഒരു പോസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഫുട്ബോളൊക്കെയാണ് പുതിയ വിശേഷങ്ങളല്ലേ. ഫുട്ബോളിലെ കളിയും റെഫറിയുടെ കളിയും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ നമ്മൾ കളിയിലായിരുന്നാലും കാര്യത്തിലായിരുന്നാലും നീതിയിലും സത്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ അനുകൂലിക്കുന്ന പക്ഷമായിരുന്നാൽ പോലും ന്യായമായാണ് ജയിച്ചു വരുന്നെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെ അന്യായമായി ജയിച്ചു വരുന്നെങ്കിൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കള്ളക്കളിയിലൂടെ ജയിച്ചു വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈജിപ്റ്റുമായിട്ടുള്ള കളിയിൽ റഫറി ഒരു പക്ഷം പിടിച്ചു എന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കൊച്ചുകുട്ടികൾ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്നലത്തെ കളിയിലൊക്കെ ഏകദേശം കൃത്യമായി റഫറികളൊക്കെ കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ ഒരുപാട് ഡിലേ ആയി അങ്ങ് പോയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ടീമുകളെയൊക്കെ ചെറിയ ടീമുകൾ പിടിച്ച് നിർത്തി എന്നുള്ളത് ഈ ലോകകപ്പിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പലരും ഭാഗ്യം കൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഫുട്ബോളിലൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇനിയിപ്പോൾ 2-3 കളി ഉണ്ട്. ലോകകപ്പ് അവസാനിക്കും. നല്ലതുപോലെ ഇനിയും ഉള്ള കളിയെങ്കിലും നീതിയായിട്ട് മുമ്പോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ കാണും. എങ്കിലും നമ്മൾ പ്രതിപക്ഷ ബഹുമാനവും എല്ലാവരുടെയും കളിയൊക്കെ നമ്മൾ അംഗീകരിക്കണം. അതുപോലെ ഓവറായിട്ട് അനീതിയായിട്ട് ഉള്ള വിരോധങ്ങളും വിദ്വേഷങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഒന്നും ഓവറാവരുത്. എല്ലാം ഒരു മധ്യമ നിലയിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കളിയുടെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ ഒരു ടീം സപ്പോർട്ടിനുണ്ടായി. ഇപ്പോൾ പിന്നെ നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നേരത്തെയുള്ള കളികളൊന്നും കണ്ടില്ല. ഈ പറയുന്ന ക്വാർട്ടർ ഫൈനലോട്ടാണ് കണ്ടു തുടങ്ങിയത്. എന്നിരുന്നാലും ഇന്നലെ കുറേ ഉറക്കം പോയിട്ട് പകൽ നമുക്ക് കാണാൻ പറ്റും. എളുപ്പിനെ അണിച്ച് കാണാം. പിന്നെ ഉറക്കം അഴിച്ച് കാണുന്നത് മെയിൻ കളിയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാൽ പകലുള്ള കളി അപ്പോഴാ സമയത്ത് കാണാനും പറ്റിയില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഞാനൊരു 2-3 വിഷയങ്ങളെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. വിഷയം പ്രത്യേകിച്ചൊരു വിഷയം എഴുതിയും തയ്യാറാക്കിയെന്നൊന്നുമല്ല സാധാരണത. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പം പറയണമെന്നേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇട്ടാൽ നമ്മൾ ആ വിഷയവും കൂടെ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ വി ഡി സതീശൻ 50 ദിവസമൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് മുഖ്യമന്ത്രിയെ കാണുന്ന കാണുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സമ്മിശ്ര പ്രതികരണങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം കാണുകയുണ്ടായി.
അപ്പോൾ ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. എങ്കിലും നമുക്ക് ഓരോ വിഷയത്തിലെയും നമ്മൾ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്തിനെയാണ് എതിർക്കുന്നത്, നമ്മൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതും അതല്ലെങ്കിൽ വർഗീയ നിലപാടെടുക്കുന്നതും അതല്ലെങ്കിൽ വർഗീയമായ അക്രമങ്ങൾ നടത്തുന്നതിനെയുമാണ് നമ്മൾ എതിർക്കുന്നത്. അതല്ലെങ്കിൽ വർഗീയമായ വിവേചനം കാണിക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിവിടെ സമാധാനം ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും ഇപ്പം എല്ലാ പക്ഷത്തും തീവ്ര നിലപാടുള്ളവരും അതുപോലെ തന്നെ മധ്യമ നിലപാടുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും ഇവരെല്ലാം അങ്ങ് ഇല്ലാതാവണമെന്നോ അതല്ലെങ്കിൽ ഇവരെല്ലാം തകരണോ അല്ലെങ്കിൽ ഇവരെല്ലാം ജയിലിലടയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെല്ലാം നശിച്ചു കാണണമെന്നോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരിലെയും നന്മകൾ, എല്ലാവരും നന്മയിലേക്ക് വരണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി VD സതീശൻ അവരുടെ നിലപാടുകളോട് യോജിപ്പുള്ളത് കൊണ്ടല്ലല്ലോ. നിലപാടുകളോട് യോജിപ്പുണ്ടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ വന്നാൽ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുകയും വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നമുക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ നമ്മൾ വിശാലമായി ചിന്തിക്കണം. അതായത് നമുക്കിവിടെ ലക്ഷ്യം എന്താണ്? ഇവിടെ ആരും വർഗീയത, VD സതീശനും പറയുന്ന അതാണല്ലോ, വർഗീയത ആരും പറയാൻ അനുവദിക്കില്ല എന്നാണല്ലേ പുള്ളി പറയുന്നത്. അപ്പോൾ ഈ വർഗീയത ഒഴിവാകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഗീയ നിലപാടുള്ളവരെല്ലാവരും നശിച്ചു പോകണം എന്നതല്ല നമ്മുടെ ചിന്താഗതി വരേണ്ടത്. എല്ലാവരിലും മാറ്റമുണ്ടാകണം. അതല്ലേ ഏറ്റവും നല്ലത്. ന്യൂനപക്ഷ തീവ്ര വർഗീയത ചിന്തിക്കുന്നവരും ഭൂരിപക്ഷ തീവ്ര വർഗീയത ചിന്തിക്കുന്നവർക്കുമൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് മാറ്റം വന്നിട്ട് അവർ മനുഷ്യരായും അവർ ദൈവത്തെ ഓർത്തുകൊണ്ട് അവർ മനുഷ്യരായും മനുഷ്യത്വത്തോടുകൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണം. ഇതാണ് നമുക്ക് അപ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത്. അതല്ലാതെ ഒരു പക്ഷത്തെ നമ്മൾ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തിയാൽ ഈ ശത്രുതയും ബോധമില്ലായ്മയും അതല്ലെങ്കിൽ വൈരാഗ്യവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത്, മതപരമായിട്ട് സംഘങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയിലൂടെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കപ്പെടണം. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ VV രാജേഷിനെയും അതല്ലെങ്കിൽ നമ്മുടെ മുരളീധരൻ തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ, മുരളീധരനെയും ഒക്കെ കൈ കൊടുക്കുന്ന ഒരു രംഗം കാണാൻ കഴിഞ്ഞു. അപ്പം അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. രാഷ്ട്രീയമായ ആശയ വിരോധങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമ്മൾ മനുഷ്യൻ എന്ന നിലയിലും ഇവരെല്ലാം മനുഷ്യരാണ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനുഷ്യബന്ധങ്ങൾ, വിവാഹം, മരണം എന്നുള്ള രീതിയിലൊക്കെ മനുഷ്യബന്ധങ്ങൾ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഈ ആശയപരമായ തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. അതായത് എന്താണ്? ഈ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നാലും ഭൂരിപക്ഷത്തിൻ്റെതായിരുന്നാലും ഒഴിവാക്കുക തന്നെ വേണം നമ്മളെല്ലാവരും. അപ്പോഴ് ഹസീം മുഹമ്മദ് ഹായ് പറഞ്ഞിട്ടുണ്ട്, നന്മ വരട്ടെ. അപ്പോൾ ഹസീം മുഹമ്മദ് വാച്ചിങ്, ഓക്കെ. അപ്പോൾ സ്വാഗതം. അപ്പോൾ ഇവിടെയുള്ള, ഞാൻ മുമ്പും പറയാറുണ്ടല്ലോ, ഇവിടെയുള്ള സംഘടനകൾ ഇനിയിപ്പോൾ വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളായിരുന്നാൽ പോലും അവരുടെ ആ വർഗീയ ചിന്ത മാറി മനുഷ്യത്വത്തിനും മനുഷ്യസ്നേഹത്തിനും മനുഷ്യ നന്മയ്ക്കും
ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവർ എന്താണ് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരുടെ എനർജി. അത് നമ്മൾ സൗഹൃദത്തിലൂടെ എന്നും നമ്മൾ അകന്നകന്നിരുന്നാലേ ഒരിക്കലും ഈ ചില രാഷ്ട്രീയക്കാർക്ക് മതങ്ങളെ പരസ്പരം ഉപയോഗിക്കാൻ വേണ്ടി എന്താണ് പരസ്പരം അകന്നകന്നിരുന്നിട്ട് വോട്ട് ബാങ്ക് ആക്കണമെന്ന് ചിന്താഗതിയുണ്ട്. അപ്പോൾ ആ ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരിക്കലും ആ ഒരു ചിന്താഗതിയിലോട്ട് പോകരുത്. നമ്മൾ മനുഷ്യർ തമ്മിൽ പരസ്പരം അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ കേരളം ഒരു മാതൃകയാകട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അവിടെ ഇന്ന സംഘടനകളൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന ഒരു ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ ദുരന്തത്തെ നേരിടുന്നത്. പക്ഷെ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ മാറിപ്പോകുന്നു. അപ്പോൾ നമ്മൾ ആ തിന്മയുടെയും തെറ്റിൻ്റെയൊക്കെ വശത്തിൽ നമ്മൾ പക്ഷം പിടിക്കാതെ നമ്മൾ നീതിയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് പരസ്പരം, അതായത് കേടുവന്നതിനെ നന്നാക്കുക എന്നൊരു നിലപാടാണ്. അതായത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, നിങ്ങൾ തിന്മയെയാണ് വെറുക്കേണ്ടത്, അതല്ലാതെ ഒരു മനുഷ്യരെയും നിങ്ങൾ വെറുക്കരുത്, ആ മനുഷ്യന്റെ തിന്മയെയാണ് വെറുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർ തെറ്റ് ചെയ്യാത്തവരായി ആരും ഇല്ല. നമ്മൾ ജനിച്ചു വീഴുന്നതും സമൂഹവും സാമൂഹിക ക്രമവും ഒക്കെ അനുസരിച്ച് ഓരോരുത്തർ ഓരോന്നിലായി പോകുന്നതാണ്. എല്ലാവർക്കും നിഷ്കളങ്കരായ മക്കളും നിഷ്കളങ്കരായ മാതാപിതാക്കളും ഉള്ളവരാണ് എല്ലാ മനുഷ്യരും. പക്ഷെ അവരുടേതൊക്കെ തെറ്റിദ്ധാരണകളോ ഒക്കെ കൊണ്ട് മതത്തിൻ്റെ തീവ്രതകളൊക്കെ കൊണ്ടിട്ട് പല തീവ്ര നിലപാടുകൾ. അപ്പോൾ ഈ തീവ്ര നിലപാടിനെ അങ്ങനെ മാറ്റി നിർത്തുക എന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവരെ വളർത്തുക, തീവ്ര നിലപാടുകളെ വളർത്തുക എന്നല്ല, അവരെ എല്ലാവരെയും മനുഷ്യനായി ചിന്തിക്കുക, എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്തയിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നാണ് നമ്മൾ. അങ്ങനെ ഒരു ഗുണകാംക്ഷയോടുകൂടിയുള്ള ഒരു ഇതാണ് വേണ്ടത്. ഇപ്പം ഈ പറയുന്ന കണക്ക് രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും മതപാർട്ടികളായിരുന്നാലും നന്മയ്ക്ക് വേണ്ടി മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് ഇനി ആവശ്യം. അതല്ലാതെ ഈ പറയുന്ന കണക്ക് മതപാർട്ടികളും അല്ലെങ്കിൽ മതസംഘടനകളും ഒക്കെ ഈ പറയുന്ന കണക്ക് സ്ഥാപനങ്ങളൊക്കെ വെച്ച് അവിടെ അധികാര കേന്ദ്രങ്ങളാക്കി അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയ പരമായിട്ട്, അല്ലെങ്കിൽ പൈസയോ അതല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ ഒക്കെ നേടുക എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകരുത്. എല്ലാവരും എന്താണ് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, അതായത് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹികമായ സമാധാനപരമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് കേരളത്തിൽ നിന്നിട്ട് നമുക്ക് ഈ ഇന്നലെ തന്നെ ഒരു ചീത്ത വിളിച്ചുകൊണ്ട് ഒരു കേസ് വന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ അത് അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വന്നു. പക്ഷെ നമ്മളൊരു വിഷയം വരുമ്പോൾ ഒരിക്കലും അത് വർഗീയമായി എടുക്കാതെ ആ വിഷയത്തിൽ ശരി ആരുടെ പക്ഷത്താണ് ആ പക്ഷത്ത് നിൽക്കുകയും തെറ്റ് ആരുടെ പക്ഷത്തായിരുന്നാലും അതിനെ എതിർക്കുകയും ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാവരുടെയും ദൈവം ഒന്നാണെന്നേ. ദൈവം ഒന്നാണ് എല്ലാവരുടെയും. അപ്പം ആ ദൈവവിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മതവിശ്വാസത്തിലുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ ചിലർ വിശ്വസിക്കുന്നത് കാരണമോ അതല്ലെങ്കിൽ ചില തീവ്രതകൾ ചിലർ കാട്ടുന്നത് കൊണ്ടോ അതിൻ്റെ പേരിലൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വിദ്വേഷങ്ങളോ അതല്ലെങ്കിൽ പണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തതോ പറഞ്ഞതോ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഇന്നിൻ്റെ ഈ AI യുഗത്തിൽ നമ്മൾ പരസ്പരം അടികൂടിക്കൊണ്ടെന്നും വർഗീയത കാണിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. അത് ഞാൻ ലൈവിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവന്ന 1500 മുതലുണ്ട്. ഒരു കസ്റ്റമർ ആയിരുന്നു, സ്റ്റൗവിന് വില ചോദിച്ചതാണ്. അവർ ചോദിച്ചു നാണക്കേടാണ്, ഞാൻ ഇവിടെ നാണക്കേടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവണമെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ആ സമാധാനപരമായി ചിന്തിക്കണം, അതല്ലെങ്കിൽ ഐക്യത്തിലേക്ക് വരണം. അപ്പോൾ കൂടുതൽ തീവ്രതയുള്ളവർ തന്നെ ഐക്യത്തിലേക്ക് വന്നാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മളത് ചെറുതായി കാണരുത്.
മറ്റു എല്ലാ തീവ്രമായി ചിന്തിക്കുന്നവരും എന്താണ് ചർച്ചയിലൂടെ എന്ത് ചെയ്യണം, നമുക്ക് ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ കേരളത്തിൽ തന്നെ എന്താണ്, കേരളത്തിൽ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണങ്ങൾ തന്നെ ഒഴിവാകുന്ന അവസ്ഥ ഉണ്ടാകും കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ള കഴിഞ്ഞ ആഴ്ചത്തെ വിഷയങ്ങളെന്ന് പറയുന്നത് എന്തോണോ ഒരു വിവാഹവുമായി എം വിജയന്റെ മകന്റെ വിവാഹം അല്ലെ, വിവാഹവുമായി അനുബന്ധിച്ചൊക്കെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് കോളനി പരാമർശം നടത്തുകയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഇതുണ്ടായി. അപ്പോൾ എനിക്ക് അതാണ് അതും വേറൊരു കാര്യമാണ്. മനുഷ്യനെ ഇവിടെ ദൈവം ഒരു ജാതിയായോ ഒരു മതമായോ ഒന്നും മനുഷ്യരെ ഇവിടെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ തൊഴിൽ ഒക്കെ പരമായിട്ട് നമുക്ക് കറുപ്പും വെളുപ്പും ഒക്കെ നിറങ്ങളായെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണ സംസ്കാരം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണ സ്ഥലത്തിൻ്റെയൊക്കെ സംസ്കാരമൊക്കെ നമ്മളിലൂടെ ലയിച്ച് ചേർന്നിട്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരും പുരോഗമനമായിട്ടാണ് ചിന്തിക്കുന്നത്. എല്ലാവരുടെയും വാക്കുകളും എല്ലാവരുടെയും നമ്മൾ വാക്കുകൾ തന്നെ കേരളത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എന്താണ് എല്ലാവരും ഒരേ രൂപത്തിലാണ് ചിന്തിക്കുന്നത്, ഒറ്റ രീതിയിലാണ്. വേഷവിധാനങ്ങൾ വരെ ഏകദേശം ഒരേ രീതിയിലാണ് എല്ലാ ആൾക്കാരും പോകുന്നത്. അപ്പം പഴയ നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മൾ പ്രത്യേക വിഭാഗമാണെന്ന് അത് അങ്ങനെ നമ്മൾ മാറിക്കൂടി നിൽക്കേണ്ട കാര്യവുമില്ല. ഒരു പ്രത്യേക വിഭാഗമാണെന്ന് പറഞ്ഞ് ആരെയും എതിർക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ നല്ല കേരളത്തിലേക്ക് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന കണക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുകയും എൻ്റെ ആശയവും എൻ്റെ ചിന്തയും മാത്രം വിജയിക്കണം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പിന്നെ അവിടെ വിശ്വാസങ്ങൾ, പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നവരാണ്. ഈ പുരോഗമന ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഒരേ സമയം വിളക്ക് കത്തിക്കുന്നവരോ അവരെ ആചാരം സംരക്ഷിക്കാനുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുകയും, അതല്ലാതെ കത്തിക്കുന്നില്ല എന്ന വിശ്വാസമുള്ളവർക്ക് അവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാനുള്ള, വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകണം. എന്നിട്ട് എൻ്റെ അഭിപ്രായമായി ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഈ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതുപരിപാടികൾക്ക് മതപരമായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഈ ചടങ്ങുകളും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പൊതുപരിപാടികളിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ മാത്രം മതിയാവും. അതല്ലാതെ മതപരമായിട്ടുള്ള ഒരു ചടങ്ങുകളുടെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒരു കോള് വന്നായിരുന്നു, തടസ്സമായി. അപ്പോൾ അതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ നിലപാട് അനുസരിച്ച് അവരവരുടെ നിലപാട്, വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠിച്ച് പോവുകയും അത് പിന്നെ മറ്റുള്ളവർക്ക് അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു റെസ്പെക്റ്റും കൊടുക്കണം. അതല്ലാതെ ഒരു കോള് വന്നത്, ഈ കോള് നമ്മൾ ഈ പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ കോള് വരുമ്പം കട്ടായി പോകും. അപ്പം ക്ഷമ. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും വിശ്വാസങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. വസ്ത്രധാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രത്യേകമായിട്ട് ന്യൂജൻ തലമുറയിൽ ഉള്ള ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ഉൾക്കൊള്ളാം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ചിലപ്പോൾ മതം പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തിലായിരിക്കും തീവ്രമായി ഫുള്ള് മുഖം മൊത്തം അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മൊത്തത്തിൽ എന്താ പൂർണ്ണമായി മറച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മുഖം തന്നെ വ്യക്തമാകാത്ത രീതിയിൽ മറച്ചു കൊണ്ടുപോകുന്നതിനോട് ഇസ്ലാമും പറയുന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തിലും അതൊരു നല്ല രീതിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായമാണ്. അതോടൊപ്പം തന്നെയാണ് അവരെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്നത് പോലെ സ്ത്രീകൾ ഓവറാവാനും പാടില്ല. അതായത് ഓവറായിട്ട് ഡ്രസ്സ് ധരിക്കാനും പാടില്ല. ഓവറായിട്ട് രണ്ട് രീതി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്ത്രീയാണെന്നാലും പുരുഷനായാലും ശരീരത്തിൻ്റെ നഗ്നതകൾ കാണപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നതും അതൊരു മാന്യമായ സമീപനമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോഴ് പലരും വളരെ വൾഗറായിട്ടൊക്കെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നല്ല പറയുന്നത്. എന്നാലും അത്യാവശ്യം ഈ പറയുന്ന കണക്കൊരു നമ്മുടെ കേരളത്തിൻ്റെത് അതൊരു നല്ല കൾച്ചറായതുകൊണ്ടാണ്. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് എല്ലാ തെറ്റുകളും എടുക്കണമെന്നല്ല പറഞ്ഞത്. നമ്മൾ അത്യാവശ്യം ഒരു ഷാളൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ പറയുന്ന മുഖം മൂടിയുള്ളതും കയ്യുറയും കാലുറയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഇടുന്നെങ്കിൽ ഇടാം. പക്ഷേ നമ്മുടെ മുഖം വ്യക്തമാകുന്നത് വളരെ നല്ലതാണ്. അതായത് കള്ളന്മാരൊക്കെ ഈ പറയുന്ന കണക്ക് മുഖം മറച്ചിട്ട് കള്ളത്തരം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇസ്ലാം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗം എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ തന്നെ ഇളവ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഉള്ളിലോട്ടാകാം എന്നൊക്കെ, കൈമുട്ട് വരെ അങ്ങനെയൊക്കെ ഇളവും കൊടുത്തിട്ടുണ്ട്. അപ്പം അതായിരുന്നാലും അതുപോലെ തന്നെ വ്യക്തികളെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് അതല്ലെങ്കിൽ മറ്റുള്ള മാന്യതക്കേടായിട്ടുള്ള രീതിയിൽ, മാന്യതക്കേടെന്ന് പറയുമ്പോൾ ലൈംഗികപരമായിട്ടുള്ള അവയവങ്ങൾ അവർ ഒരു ഷാളൊക്കെ ഇട്ട് പോകുന്നത് വളരെ അധികം നല്ലതായിരിക്കും. വിയോജിപ്പുള്ളവർക്ക് വിയോജിപ്പ്. ഇതെൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആരെയും ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരെ സ്വാതന്ത്ര്യം. എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇവിടെ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇനി വേറെ അടുത്തൊരു വിഷയം പറഞ്ഞത്, ഒരു മതം മാറാൻ വേണ്ടി പീഡിപ്പിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. ഈ പറയുന്ന കണക്ക് ഇനിയിപ്പോൾ ഈ ലവ് ജിഹാദ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ഈ യഥാർത്ഥത്തിൽ ഇസ്ലാം മത നിയമപ്രകാരം ഒരു പെണ്ണിനെ പെണ്ണിനെ വികാരത്തോടു കൂടി നോക്കാൻ പോലും പാടില്ലെന്നാണ് ഇസ്ലാം മതം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ പ്രേമിക്കാനൊക്കെ പറ്റുന്നത്? ഈ ഒരു പെണ്ണിനെ ഇഷ്ടം തോന്നിയാൽ എന്ത് ചെയ്യാം? അവൻ്റെ മാതാപിതാക്കളോട് ചോദിച്ച് അവരെ സമ്മതത്തോട് വിവാഹം കഴിക്കാനാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ പ്രണയത്തിൻ്റെ പോലും ഇസ്ലാമിൻ്റെ നിയമമാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലവ് ജിഹാദ് ഒന്നും അതിലില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇനി എൻ്റെ അഭിപ്രായമായി പറയേണ്ടത്, ഓരോരുത്തരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചപ്പാടുകളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ പരസ്പരം കൂടുതൽ ആശയപരമായിട്ടും ചിന്താഗതികളുമായിട്ടും യോജിപ്പുള്ളവർ, പരസ്പരം അറിവുള്ളവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഇതുവരെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സന്തോഷത്തോട് അവരോടുള്ളൊരു നന്ദിയൊക്കെ കാണിച്ചുകൊണ്ട്, അവരോടുള്ളത് കാണിച്ച് അവരെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരെയൊക്കെ സന്തോഷത്തോടു കൂടി എല്ലാവരും വിവാഹം ചെയ്ത് ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ ദുഃഖിപ്പിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ദൈവത്തിൻ്റെ കർമ്മഫലവും ശരിയായ കാര്യത്തിൽ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. തെറ്റായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യം. തെറ്റായ കാര്യം ഒരാൾ മാതാപിതാക്കളോ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ തെറ്റിൽ പോകേണ്ട കാര്യമില്ല. അത് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മാതാപിതാക്കളെയും എല്ലാവരെയൊക്കെ അറിയിച്ച് എല്ലാവരുടെയൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നതാവും എപ്പോഴും നല്ലത്. അപ്പോൾ പിന്നെ അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ വിവാഹം കഴിഞ്ഞ് വിവാഹത്തിൽ മതമൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമവും പ്രണയവും ഒക്കെ ഉള്ളൂ. പിന്നെ ഈ സ്വാഭാവികമായി നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഈ പെണ്ണ് കയറി വരുന്ന പെണ്ണിന് വില കൽപ്പിക്കാത്തതുകൊണ്ട് പെണ്ണ് കയറി വരുന്ന എല്ലാ സ്ഥലത്തും ആണിൻ്റെ മതം നിർബന്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ നിർബന്ധം ഇല്ലാതെ തന്നെ അവളെ അനുസരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളത് നിർബന്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിവാഹം ചെയ്യുന്ന പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്,
ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ നിന്റെ നീ ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന തന്നെ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണല്ലോ. പ്രണയിച്ച് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളോട് പ്രണയം തോന്നിയാൽ അത് മാതാപിതാക്കളോട് ചോദിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ലൈൻ. അപ്പൊ അങ്ങനെ അല്ലാതെ പ്രണയിച്ച് വിവാഹം, അല്ലാതെ പ്രേമം നടത്തി പ്രേമത്തിലൂടെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അത് തന്നെ ഇസ്ലാമല്ല. പിന്നെ നീ എന്തിനാണ് അവരെ കൊണ്ടൊന്ന് മതം മാറ്റാൻ വേണ്ടി നിൽക്കുന്നത്? അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നീ അങ്ങനെ മതേതരമായി അതല്ലെങ്കിൽ മതം നോക്കാതെയാണ് നിന്റെ വിവാഹം കഴിച്ചതെങ്കിൽ പിന്നെ നീ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അതല്ലാതെ ഈ പറയുന്ന വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിർബന്ധിച്ചു മതം മാറ്റാണെന്ന് നിൽക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കില്ല. അങ്ങനെ നീ മതപരമായ ചിന്തയുള്ളവനാണെങ്കിൽ അങ്ങനെ മതവിശ്വാസികളെ മാത്രം നീ എന്ത് ചെയ്യുക, പ്രണയിക്കാൻ പോവുക. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള എവിടെയെങ്കിലും എന്തിൻ്റെ പേരിൽ പീഡനം നടത്തിയാലും അതൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്നും ആരും നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരെയും നമ്മൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ പ്രായപൂർത്തിയായവരുടെ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും റെസ്പെക്ട് ചെയ്യാനും അവരുടെ വിശ്വാസങ്ങളെ മാനിക്കാനും അവരുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാനും ന്യായമായ തീരുമാനങ്ങളെ അംഗീകരിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആദ്യം പറയേണ്ട കാര്യം ഫുട്ബോൾ മുമ്പേ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കണിയാപുരം എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ NH ഒരുപാട് സ്ഥലത്ത് ഇതൊക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. 10-15 പാലങ്ങളോ ഇവിടെ പാലങ്ങളായിട്ട് തന്നെ നിർമ്മിക്കാമെന്നൊക്കെ ഹൈവേ തീരുമാനം, NH ഹൈവേ തീരുമാനം എടുത്തു. അതിന് ഫണ്ടൊക്കെ റെഡിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളെ കണിയാപുരം KSRTC ഒരു തൂണ്, അവിടെ പാലത്തിൻ്റെ തൂണ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആലമ്പൂടിൽ ഒരു തൂണ് ഇട്ടിട്ടുണ്ട്. ഈ മധ്യത്ത് ഒരു തൂണും പിന്നെ അവിടെ വെറുതെ ഈ പള്ളിയിൽ അവിടെ നിന്നാണ് ഇത് ഈ പള്ളിപ്പുറത്തോട്ടുള്ള വലിയ ചുമര് പോലെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പം ഈ ജംഗ്ഷനുകളിലെങ്കിലും ഇനിയിപ്പോൾ എവിടെയായിരുന്നാലും ഈ കണിയാപുരം മാത്രമല്ല ഇനി ഭാവിയിൽ ഉപയോഗം വരാനും നമ്മുടെ ഒരു നാടും ഒരു ജംഗ്ഷനുകളും നശിച്ചു പോകാതിരിക്കാനും ജംഗ്ഷനുകളിലെങ്കിലും തൂണുകൾ ഇട്ടിട്ട് അവിടെ പാർക്കിംഗ് സൗകര്യവും ഒക്കെ, ഇത്രയും ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ വളരെ റഷായിരിക്കും ഈ സർവീസ് റോഡുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടുകൾ ഓരോ സ്ഥലവും നശിച്ചു പോകും. ഈ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് പോലും കാണാത്ത രീതിയിൽ അപ്രായോഗികമായിട്ടുള്ള നിർമ്മാണ രീതികളാണ് പിന്തുടർന്നു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പുനരാലോചിച്ചത് നല്ലത് തന്നെയാണ്. അതോടൊപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണിയാപുരത്തുള്ളവരും കണിയാപുരം KDO സംഘടനകളും അല്ലെങ്കിൽ കണിയാപുരത്തുള്ളവർക്ക് ഒന്ന് ഉത്സാഹിച്ച് നിന്ന് അവസാന നിമിഷമെങ്കിലും ഈ കണിയാപുരം ജംഗ്ഷനിലെങ്കിലും ഈ പാലമാക്കി തന്നെ മണ്ണിട്ട് നിറയ്ക്കാതെ ഇനി ഫുള്ള് പൂർത്തിയാക്കിയിട്ടില്ല. നമ്മൾ ആ വെട്രോഡിന്ന് തുടങ്ങുന്നത് പള്ളിപ്പുറത്ത് എന്തായാലും മേൽപ്പാലം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ വെട്രോഡിന്ന് തുടങ്ങി നേരെ ഒരു പാലം അവിടെ, ഇതെല്ലാം സർക്കാരും നല്ല രീതിയിൽ അറിയേണ്ടത്. ഇവിടെ വളരെ വികസനം വരുന്ന ഒരു സ്ഥലമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊളിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള സർവീസ് റോഡാണ് ഉണ്ടത്. ഈ പാലം നിർമ്മിക്കുന്നെങ്കിൽ ഒരു 2 വരി റോഡ് കൂടെ അവിടെ കിട്ടും. ഒരു വരി നല്ല രീതിയിൽ പാർക്കിംഗ് നടക്കും കച്ചവടക്കാർക്കും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് റോഡ് മാത്രം പോരല്ലോ, ജനങ്ങളുടെ ഭക്ഷണവും കൂടെ നടക്കണമല്ലോ. ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ബിസിനസ് നടന്നാലല്ലേ പറ്റുള്ളൂ. അപ്പം റോഡ് മാത്രം വെച്ചിട്ട് നമ്മൾ നോക്കല്ലേ. അപ്പോൾ ഈ പാലം ജംഗ്ഷനുകളിലെങ്കിലും ഈ പാലം നിർമ്മിച്ചാലേ വളരെ അത് ഉപകാരപ്രദമായിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിനുവേണ്ടി ഈ പാലം ഇവിടെ കണിയാപുരത്തെങ്കിലും നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒന്ന് ഉത്സാഹിച്ചൊരു പരിശ്രമം നടത്തിയാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കണിയാപുരത്തുള്ള പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ച് നിന്നിട്ട് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്താൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ശ്രമിച്ചാൽ കൊള്ളാം. യൂസുഫ് മുഹമ്മദ് വാച്ച് ചെയ്യുന്നുണ്ട്, സ്വാഗതം. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ അറിവിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം, അതായത് ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ. ആ ദൈവത്തെക്കുറിച്ചും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, മതങ്ങളുടെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നല്ല നല്ല രീതിയിലുള്ള വിയോജനങ്ങളൊക്കെ അറിയിക്കാൻ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ സമാധാനം ആഗ്രഹിക്കാൻ വേണ്ടി എല്ലാവരും തമ്മിൽ ചർച്ച നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, തീവ്ര നിലപാടുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ പോകണം. അല്ലെങ്കിൽ എല്ലാവർക്കും നഷ്ടമാണ്. നമ്മളുള്ള ആകെ ഒരു 10, 60, 70 കൂടെ പോട്ട് കൂടിപ്പോയാൽ 100 പുറത്തും പോകില്ല. അതിന് 90, 80. അപ്പം ആ ആയുസ് പരസ്പരം ഭ്രാന്ത് കാണിച്ച് ടെൻഷൻ അടിച്ച് നല്ല രീതിയിൽ നല്ല ഭക്ഷണവും അതുപോലെ തന്നെ നല്ല സംഗീതവും അതല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടും നല്ല വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് സന്തോഷമായി ജീവിക്കാനുള്ളതിന് പകരം എന്താണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടയും അടിയും ചെയ്യുന്നതാണ്. അവിടെ യുദ്ധം ഉണ്ടാകുന്നുണ്ടല്ലോ. യുദ്ധം മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും പൈസ ഉണ്ടായിട്ട് എന്തൊരു കാര്യം? മനസ്സമാധാനമില്ല. നേതാക്കന്മാർക്ക് പോലും മനസ്സമാധാനമില്ല. എന്നെ കൊല്ലുമോ എന്നെ മരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൻ്റെ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇതൊന്നും കൊണ്ടൊന്നും എന്താണ് നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യമില്ല. ഈ ആയുധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ട് ആർക്കാണ് എന്ത് നേട്ടമാണുള്ളത്? അപ്പം നമ്മുടെ നാട്ടിലെങ്കിലും അത് വികാരപരമായിട്ട് ആരെങ്കിലും വിവരദോഷികൾ വികാരപരമായിട്ട് സംസാരിച്ചാൽ നമ്മൾ വിവേകമുള്ളവർ നമ്മൾ അതിൽ വിവേകപരമായിട്ടുള്ള മറുപടി കൊടുത്ത് നമ്മളൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവിടെ പ്രശ്നമുണ്ടാക്കേണ്ട ഏതൊരു ആവശ്യവുമില്ല. ലോകത്തും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, കേരളത്തിലും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. മതവിശ്വാസത്തിലാണ് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ദൈവത്തിൻ്റെതാണ് ലോകം, ദൈവത്തിൻ്റെതാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അവിടെ നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും മാത്രമേ ഉള്ളൂ. മനുഷ്യരെ സഹായിക്കുന്നവർ നന്മ ചെയ്യുന്നവരും മനുഷ്യരെ ഉപദ്രവിക്കുന്നവർ തിന്മ ചെയ്യുന്നവരും. അതല്ലേ ദൈവത്തിൻ്റെ ആൾക്കാർ മനുഷ്യരെ സഹായിക്കുന്നവരും ദൈവത്തിൻ്റെതല്ലാത്ത ആൾക്കാരും മനുഷ്യരെ ഉപദ്രവിക്കുന്നവരും. അപ്പം നമുക്ക് ആരാണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ പേര് റിയൽ ഹെൽപ്പ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഡയറക്റ്റ് അവരുടെ നമ്പർ കൊടുത്ത് അവർക്കൊരു ഡയാലിസിസും പിന്നെ അതുപോലെ തന്നെ ഒരു നട്ടലിൻ്റെ ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടൊരു കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കുറേ പൈസകളൊക്കെ അവർ ഡയറക്റ്റ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അതിനവർ എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് വന്ന ബുഖാരി, അദ്ദേഹത്തിന് സ്വാഗതം. സൃഷ്ടാവ് നന്മ വരുത്തട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീണ്ടും അയയ്ക്കുക. നമുക്ക് ഇവിടെ ഓരോ വിഷയത്തിലും നമ്മളും ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുകയും വേണം. അവിടെ ഒരു തീവ്ര നിലപാട്, എൻ്റെ വിശ്വാസം മാത്രം മതി, മറ്റുള്ളവൻ്റെ ഒന്നും വേണ്ട എന്നൊരു ചിന്തയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ന്യായമായ, എല്ലാ മതത്തിൻ്റെയും എല്ലാ മതങ്ങളിലുള്ളവരുടെയും ന്യായമായ ആവശ്യങ്ങളെല്ലാം ഇവിടെ നടക്കട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദപൂർവ്വം മുന്നോട്ട് പോട്ടെ. യോജിപ്പുള്ള മേഖലയിലെല്ലാം സൗഹൃദപൂർവ്വം മുന്നോട്ട് പോകട്ടെ. വിയോജിപ്പുള്ള മേഖലയിൽ സ്നേഹപൂർവമായ ചർച്ചയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും ദൈവം നന്മ വരുത്തട്ടെ. ഓക്കെ, താങ്ക് യു.